നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട് സർക്കിളിൽ ഒരാളുണ്ടാകും. നമ്മൾ എപ്പോ പുറത്തുപോകാൻ പ്ലാനിട്ടാലും അവർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം കാണും. എനിക്ക് ഇന്ന് ചെറിയൊരു തലവേദനയാണ്, ഇന്ന് നല്ല ടയേർഡാണ്, അടുത്ത തവണ നോക്കാം, ഇങ്ങനെ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞുമാറുന്ന ഒരാൾ. സത്യത്തിൽ അവർ നിങ്ങളെ ഒഴിവാക്കുകയാണോ, അതോ അവർ മറ്റെന്തെങ്കിലും സംരക്ഷിക്കുകയാണോ? ഞായറാഴ്ചകളിൽ ഒരു പാർട്ടിക്കോ സിനിമയ്ക്കോ പോകുന്നതിനേക്കാൾ തന്റെ വീടിന്റെ ഒരു മൂലയിൽ സമാധാനത്തോടെ വെറുതെയിരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ലോകം അവരെ ബോറൻ എന്ന് വിളിച്ചേക്കാം, പക്ഷേ മനഃശാസ്ത്രത്തിന് അവരെക്കുറിച്ച് പറയാൻ മറ്റൊരു കഥയുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തുകൊണ്ടാണ് ചിലർക്ക് ആളുകൾക്കിടയിലിരിക്കുമ്പോൾ ആവേശം കൂടുന്നതും മറ്റു ചിലർക്ക് തളർച്ച തോന്നുന്നതും? ഇത് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിനെ ഒരു ബാറ്ററി പോലെ കാണുക. സൈക്കോളജി അനുസരിച്ച് എക്സ്ട്രോവേർട്സ് ഊർജ്ജം കണ്ടെത്തുന്നത് പുറം ലോകത്തു നിന്നാണ്. ബഹളങ്ങൾ, ആളുകൾ, സംസാരം, ഇതെല്ലാം അവരുടെ ബാറ്ററിയെ ചാർജ് ചെയ്യും. എന്നാൽ ഇൻട്രോവേർട്ടുകൾക്ക് കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഓരോ സാമൂഹിക ഇടപെടലും അവരുടെ ഊർജ്ജത്തെ പതുക്കെ ചോർത്തിക്കളയുന്നു. അവർക്ക് റീചാർജ് ചെയ്യാൻ ശാന്തത വേണം. അവർക്ക് വീട് എന്നത് വെറുമൊരു കെട്ടിടമല്ല, അത് അവരുടെ ഒരേയൊരു ചാർജിംഗ് സ്റ്റേഷനാണ്. സൈക്കോളജിയിൽ ഒരു തത്വമുണ്ട്, ഓപ്റ്റിമൽ അറൗസൽ തിയറി. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം എങ്ങനെ ഉത്തേജിക്കപ്പെടുന്നു എന്നതാണത്. ചിലർക്ക് സന്തോഷം തോന്നാൻ വലിയ ബഹളങ്ങളും പുതിയ കാഴ്ചകളും വേണം. എന്നാൽ ചിലരുടെ നെർവസ് സിസ്റ്റം വളരെ സെൻസിറ്റീവാണ്. അവർക്ക് ചെറിയ വെളിച്ചവും പ്രിയപ്പെട്ട പുസ്തകവും ശാന്തമായ അന്തരീക്ഷവും മതി സന്തോഷം കണ്ടെത്താൻ. ഇതിനെ അലസത എന്നല്ല വിളിക്കേണ്ടത്, മറിച്ച് അവരുടെ ശരീരത്തിന്റെ ഘടന അങ്ങനെയാണ്. പുറത്തെ ലോകം അവർക്ക് പലപ്പോഴും ഓവർ സ്റ്റിമുലേറ്റിംഗ് ആണ്. പുറത്തെ ലോകം പ്രവചനാതീതമാണ്. അവിടത്തെ ശബ്ദങ്ങൾ, അപരിചിതരായ മനുഷ്യർ, അവസാന നിമിഷം മാറുന്ന പ്ലാനുകൾ, ഇതെല്ലാം ചിലർക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കും. എന്നാൽ വീട്ടിൽ വരുമ്പോൾ അവിടെ നിങ്ങളാണ് രാജാവ്. ലൈറ്റിന്റെ വെളിച്ചം എത്ര വേണം, എന്തു പാട്ട് കേൾക്കണം, ആരു വരണം എന്നതെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഹൈ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ഈ നിയന്ത്രണം ഒരു ആഡംബരമല്ല, മറിച്ച് നിലനിൽപ്പിന്റെ ഭാഗമാണ്. വീട്ടിലിരിക്കുന്നവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്നത് തെറ്റാണ്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആശയങ്ങൾ പലതും ജനിച്ചത് ആൾക്കൂട്ടത്തിനിടയിലല്ല, മറിച്ച് നിശബ്ദമായ മുറികളിലാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ്, ആത്മചിന്ത എന്നിവയെല്ലാം ഏകാന്തതയിൽ വളരുന്നു. ലോകപ്രശസ്തരായ പല ശാസ്ത്രജ്ഞരും എഴുത്തുകാരും കലാകാരന്മാരും ഇത്തരത്തിൽ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നമ്മളെ എപ്പോഴും എൻജോയ് ചെയ്യാൻ നിർബന്ധിക്കുന്നു. എവിടെയെങ്കിലും യാത്ര പോകുന്ന ചിത്രങ്ങൾ, പാർട്ടി വീഡിയോകൾ, ഇതാണ് ലൈഫ് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. പക്ഷേ നിങ്ങളുടെ ബെസ്റ്റ് ലൈഫ് എന്നത് ഒരു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഒരു സിനിമ കാണുന്നതാണെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല. ലോകം കാണിക്കുന്ന ആവേശം നിങ്ങൾക്കില്ല എന്നത് നിങ്ങൾ ബോറിംഗ് ആണെന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ വീട്ടിലിരിക്കുന്നത് സമാധാനത്തിനാണ്, എന്നാൽ മറ്റു ചിലർ ഭയം കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ പുറത്തിറങ്ങാൻ മടിക്കുന്നു. ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഞാൻ വീട്ടിലിരിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കാനാണോ, അതോ ലോകത്തെ എനിക്ക് ഭയമായതുകൊണ്ടാണോ? വീട് ഒരു അഭയസ്ഥാനമാകണം, അതൊരിക്കലും ഒരു കേജ് ആവരുത്. നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ലെങ്കിൽ അത് സോഷ്യൽ ആൻസൈറ്റിയാകാം. അതിന് സഹായം തേടേണ്ടത് ആവശ്യമാണ്. എന്നാൽ സമാധാനം കണ്ടെത്താൻ നിങ്ങൾ വീട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തികച്ചും ആരോഗ്യകരമായ ഒരു കാര്യമാണ്. വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ വലിയ ആഘോഷങ്ങളല്ല തിരയുന്നത്. അവർ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിച്ചവരാണ്. രാവിലെ തിളക്കുന്ന കാപ്പിയുടെ ഗന്ധം, ജനാലയിലൂടെ മുറിയിലേക്ക് വരുന്ന വെയിൽ, തന്റെ വളർത്തുമൃഗത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയം. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ചെറിയ നിമിഷങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ഇന്നർ വേൾഡ് അത്രമേൽ സമ്പന്നമാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ആരെങ്കിലും നിങ്ങളെ ബോറൻ എന്ന് വിളിച്ചാൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ മനസ്സിന്റെ ആഴം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്.